ഹായ് ഹലോ. അപ്പം ഇന്ന് നല്ലൊരു ഉപ്പേരി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് അറിയാമല്ലോ എല്ലാവർക്കും, വാഴയുടെ വാഴക്കൂമ്പ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതിനെല്ലാം ഇതിൻ്റെ ഈ പുറത്തുള്ള ഈ തൊലിയെല്ലാം എടുത്ത് കളയുക. എന്നിട്ട് ഇതിനെ ചെറുതാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുക്കുക. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുക. പിന്നെ ചില കായ്ക്കൊക്കെ ഇത് ചിലപ്പോൾ കയപ്പ് കാണും കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയെടുക്കണേ. ചുമ്മാ അരിഞ്ഞിട്ട് കയ്പ്പുള്ളതാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ വേണം. അതിനായിട്ട് ഞാൻ ചേർക്കുന്നത് തേങ്ങ, ചെറിയുള്ളി, അതുപോലെ വെളുത്തുള്ളി, പച്ചമുളക്, 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്നും നമ്മൾ ക്രഷ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഇതുപോലെ നന്നായി അരക്കേണ്ട, ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണല്ലോ ഈ വാഴക്കൊമ്പ്, അതിലേക്ക് നമ്മൾ ഇങ്ങനെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം വെക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണേ. എന്നിട്ട് നമുക്കൊരു വേണമെങ്കിൽ 10 മിനിറ്റ് 15 മിനിറ്റ് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, നമ്മുടെ കടുക് ഇട്ട് പൊട്ടിക്കുക. പിന്നെ നമ്മുടെ ഉഴുന്ന് പരിപ്പില്ലേ, നമ്മൾ ദോശയ്ക്കൊക്കെ ചേർക്കുന്ന ആ ഉഴുന്നാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ചുവന്ന മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് നന്നായി ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് ചെറിയുള്ളിയൊക്കെ വേണമെങ്കിൽ ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനതൊന്നും ചേർക്കണില്ല. ഇനി നമ്മളിവിടെ മിക്സാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ വാഴക്കൊമ്പിൻ്റെ കൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചീനച്ചട്ടിയിലേക്ക്. ഇനിയിപ്പോൾ ഇത് നന്നായി നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഇനി നമ്മൾ വേവിക്കുക ചെയ്യുന്നത്, വേറെ ഒന്നും ചേർക്കുന്നില്ല. എരിവിന് ആവശ്യമായിട്ട് നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി അങ്ങ് ഇളക്കിയെടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. മുളക് പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ തേങ്ങ ചതയ്ക്കുമ്പോഴാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊക്കെ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതേ ഇങ്ങനെ അടച്ച് വെച്ചിട്ടൊക്കെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്തിട്ട് നമുക്ക് ഇളക്കിയൊക്കെ കൊടുക്കാം. അപ്പോൾ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൽ കുറച്ച് ചെറുപയർ കൂടി ചേർക്കാമെന്ന്. കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് ചെറുപയറൊക്കെ ഉണ്ടെങ്കിൽ അവരത് കഴിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ചെറുപയർ കുറച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിൽ. ഇനി അതുകൂടി ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ അടിപൊളിയായിട്ടുള്ള തോരൻ റെഡിയാണേ. അപ്പോൾ ഉപ്പേരിക്ക് ആവശ്യമായിട്ടുള്ള ചെറുപയർ എടുത്തോട്ടോ. എന്നിട്ട് അത് നമുക്ക് കുക്കറിലിട്ടിട്ട് അങ്ങ് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വാഴക്കൊമ്പൊക്കെ ഏകദേശം ആയി വന്നപ്പോൾ ഞാൻ നമ്മുടെ വേവിച്ച് വെച്ച ചെറുപയറിനെ അങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി പണിയൊന്നുമില്ലല്ലോ, നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തോരൻ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ഈ വാഴയുടെ വാഴക്കൊമ്പും ആ ഉണ്ണിത്തണ്ടൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ കുട്ടികൾ കഴിക്കുകയാണെങ്കിലൊക്കെ നല്ലതാണ്. പിന്നെ നാച്ചുറലാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇവിടെയാണെങ്കിലും കടയിലൊക്കെ കാണാം കേട്ടോ. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ തോട്ടത്തിൽ നിന്ന് കിട്ടുമായിരിക്കും. ഇവിടെയാണെങ്കിൽ ഷോപ്പിംഗ് മോളിലും കടകളിലൊക്കെ കാണാൻ പറ്റും വാഴപ്പൂവ്, ബനാന ഫ്ലവർ എന്നൊക്കെ എഴുതി വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണെങ്കിലും അതൊക്കെ ഇങ്ങനെ വിൽക്കാനായിട്ട് വിൽക്കുന്ന ആൾക്കാരൊക്കെ കൂടുതൽ വാങ്ങുന്നത്. അപ്പോൾ നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ നോക്കാം. അപ്പോൾ അതാ ചോറിൻ്റെ കൂടെ കുറച്ച് മത്തങ്ങക്കറിയും ഈ വാഴപ്പൂ തോരനും കൂടിയിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കേണ്ടത്. പിന്നെ 2 പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. എന്നാൽ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ ഫ്രണ്ട്സ്. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.